ഒരു പുതിയ എൻക്ലക്സ് ആർ എൻ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യന് പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ നമുക്കതിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റേതെങ്കിലുമൊക്കെ നഴ്സിംഗ് എക്സാംസിന് ഉപകാരപ്പെട്ടേക്കാം. ചെറിയൊരു കൺഫ്യൂഷനും തെറ്റാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്ക് കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നമുക്കത് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. What are the expected fundal assessment findings for a woman who delivered a set of twins 1 hour ago via cesarean section? The fundus is hard, midline and 1 to 2 finger breadths above the umbilicus. Option B, the fundus need not be assessed because of the C-section. C, the fundus is to the right of the umbilicus and soft. Option D, the fundus is hard, midline and at the level of the umbilicus. ക്വസ്റ്റ്യൻ ഇതാണ്. C-section കഴിഞ്ഞ ഒരു വുമണാണ് അല്ലേ. അപ്പോൾ അവരുടെ ഡെലിവറി കഴിഞ്ഞു, ട്വിൻസാണ്, 1 മണിക്കൂറായി അല്ലേ, 1 hour ago എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്തിട്ടോണം. ഇതൊക്കെയാണ് ഞാനത് പറയാം. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിൻ്റൊക്കെ ഈ ടൈം ലൈനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. 1 hour ago, ഡെലിവറിക്ക് ശേഷം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ട്വിൻസ് ആയിരുന്നു. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫണ്ടൽ അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് എന്താണെന്നാണ് നല്ലൊരു പോയിന്റ്, നല്ലൊരു ടോപ്പിക്ക്, നല്ലൊരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചോണം, കുറച്ച് പോയിന്റ്സ് അതിനകത്തുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫണ്ടസ് അല്ലേ. ഫണ്ടസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ടോപ്പാണ്. നമ്മളതിൻ്റെ ഒരു ലാൻഡ് മാർക്കായിട്ടാണ് കാണുന്നത്. യൂട്രസ് നമുക്കറിയാം, പ്രഗ്നൻസി സമയത്ത് യൂട്രസിന് വളർച്ചയുണ്ട്, കാരണം അതിനകത്താണ് കുഞ്ഞ് വളരുന്നത്. അപ്പോൾ ആ യൂട്രസ് എന്താ പറയുന്നത്, പെൽവിസിൻ്റെ ഭാഗമായിരുന്ന യൂട്രസ് നമ്മുടെ അബ്ഡോമിനിലോട്ട് വളർന്ന് കയറുന്നു അല്ലേ. അതിനുശേഷം ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞു, കുഞ്ഞ് പുറത്തെത്തി. കുഞ്ഞുങ്ങളെന്ന് പറയണം, അവിടെ ട്വിൻസാണ്, 2 കുഞ്ഞുങ്ങൾ പുറത്തെത്തി. പിന്നെ അതുപോലെ തന്നെ പ്ലാസൻ്റെയും എല്ലാം പുറത്ത് പോയി കഴിഞ്ഞ്. നമുക്കറിയാം ഈ പ്ലാസൻ്റ എൻക്രോച്ച് ചെയ്തിരിക്കുന്നത് യൂട്രസിൻ്റെ വാളിലോട്ടാണ് അല്ലേ. അപ്പോൾ ആ കുറേയധികം ബ്ലഡ് വെസൽസ്, കുറേ ആർട്ടറീസും വെയിൻസും എല്ലാം പൊട്ടിച്ചിട്ടാണ് ഈ പ്ലാസൻ്റ പുറത്തോട്ട് പോകുന്നത് അല്ലേ. അവിടെ നിന്ന് ഈ യൂട്രസ് പ്രോപ്പറായിട്ട്, ഞാനൊന്ന് ചുരുക്കുക, യൂട്രസ് പ്രോപ്പറായിട്ട് കൺട്രാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് വെസൽസ് പാറ്റേൺ അല്ലെങ്കിൽ ഓപ്പണായിട്ട് നിൽക്കുകയും ബ്ലീഡിങ് ഉണ്ടാകുകയും മരണം വരെയും സംഭവിക്കാവുന്ന, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന PPH-ലോട്ട് എത്തുകയും ചെയ്യും അല്ലേ. പോസ്റ്റ് പാർട്ടം ഹെമറേജിലോട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ പ്ലാസൻ്റെയൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം യൂട്രസ് പ്രോപ്പറായിട്ട് കൺട്രാക്റ്റ് ചെയ്ത് തിരിച്ച് വരുന്നുണ്ടോ അല്ലേ, പെൽവിസിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതിന് വലിയ പ്രാധാന്യമുണ്ട്. പറഞ്ഞുകൊണ്ട് വന്ന് ഫണ്ടൽ അസസ്മെൻറ്റിൻ്റെ പ്രാധാന്യമാണ്. ഓക്കെ, യൂട്രസിൻ്റെ ടോപ്പായിട്ടുള്ള ഫണ്ടൽ അസസ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ യൂട്രസ് പ്രോപ്പറായിട്ട് താഴോട്ട് ഇറങ്ങി പെൽവിസിലോട്ട് തിരിച്ചെത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഇൻവല്യൂഷൻ എന്നാണ് പറയുന്നത്. യൂട്രൈൻ ഇൻവല്യൂഷൻ അല്ലെ, ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് അല്ലേ. അപ്പം അത് കംപ്ലീറ്റ് ആകാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയണ്ട, ഒരു 6 ആഴ്ചയെങ്കിലും എടുക്കും. അതാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. പല ശരീരഭാഗങ്ങളിലും പ്രഗ്നൻസി മൂലം ഉണ്ടായ ചേഞ്ചസ് അത് പഴയതുപോലെ ആകാനെടുക്കുന്ന സമയം, അതിനെ നമ്മൾ ആ പോസ്റ്റ് പാർട്ടം പീരീഡിൽ കൺസിഡർ ചെയ്യുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഓർഗൻ എന്ന് പറഞ്ഞാൽ യൂട്രസ് ആണ്. അത് അബ്ഡോമിനിലോട്ട് കയറി, വളർന്ന് കയറിയ അബ്ഡോമിനിലോട്ട് കയറിയ യൂട്രസിനെ തിരിച്ച് പെൽവിസിലോട്ട് വരാനെടുക്കുന്ന സമയം, അത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 6 ആഴ്ച, 6 weeks, ഒരു 42 ദിവസം വരെയൊക്കെ എടുക്കും അല്ലേ. അതിനെ നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ ടോപ്പിക്കിലോട്ട് എത്തിയിട്ടില്ല, ഞാനൊന്ന് ജനറലി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്, ഫണ്ടൽ അസസ്മെൻറ്റിൻ്റെ പ്രാധാന്യം. ഫണ്ടസ് പ്രോപ്പറായിട്ട് ഇൻവല്യൂട്ട് അല്ലെങ്കിൽ യൂട്രസ് പ്രോപ്പറായിട്ട് ഇൻവല്യൂട്ട് ചെയ്ത് തിരിച്ച് പെൽവിസിലോട്ട് എത്തിയില്ലെങ്കിൽ എന്തിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, PPH. അത് PPH ആണ് ഒരു പ്രധാനപ്പെട്ട മരണകാരണം. ഡെലിവറി കഴിഞ്ഞവരിലും മരണം ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് PPH ആണ്, മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ പറഞ്ഞൊരു കാര്യം, ഈ ഡെലിവറിക്ക് ശേഷം യൂട്രസ്, അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഫണ്ടസ്, അതിൻ്റെ മുകൾ ഭാഗമായ ഫണ്ടസ് തിരിച്ച് ഇറങ്ങി വരുന്ന അതിൻ്റെ ഒരു ടൈം ലൈന് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ ഇതുപോലൊക്കെ ചോദിച്ചു കളയാം, 1 hour ശേഷം, 12 മണിക്കൂറിന് ശേഷം, ഓക്കെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കാര്യം കിട്ടണം. ഇങ്ങനൊന്ന് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും. കുറച്ച് ലാൻഡ് മാർക്സ് നമുക്ക് വേണം. എന്താ വെച്ചാൽ അറിയാലോ, അബ്ഡോമിനാണ് അല്ലേ, പെൽവിസ് ചേരുന്ന സിംഫൈസിസ് PPC ഇതൊരു ലാൻഡ് മാർക്കായിട്ട് എടുക്കാം, അംബിലിക്കസും ഒരു ലാൻഡ് മാർക്കായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി എന്ന് വെച്ചാൽ പ്ലാസൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം പെട്ടെന്ന് അതങ്ങ് യൂട്രസ് അങ്ങ് ചുരുങ്ങും. ഓക്കെ, അത് മിക്കവാറും അംബിലിക്കസിന് താഴെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഏകദേശം പറയാനാണെങ്കിൽ നമ്മുടെ അംബിലിക്കസിനും മിഡ്വേ എന്ന് പറയും, മിഡ്വേ ബിറ്റ്വീൻ അംബിലിക്കസ് ആൻഡ് ദി സിംഫൈസിസ് PPC, അവിടെ ആയിരിക്കും എന്തുണ്ടാകുക, ഫണ്ടസ് ഉണ്ടാകുക. നോട്ട് ചെയ്തിട്ടോണം. ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി അപ്രോക്സിമേറ്റ്ലി ഇവിടെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ
ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇത് കുറച്ചൊന്ന് പൊങ്ങും. ഓക്കെ, ഫണ്ടസിൻ്റെ ലൊക്കേഷൻ ഒരു 1 to 2 hours ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഒരു അംബിലിക്കസിൻ്റെ ലെവലിലായിരിക്കും. നോട്ട് ചെയ്തോണം, 1 to 2 hours. പിന്നെ അതിന് ശേഷം ഒരു 12 മണിക്കൂറിന് ശേഷം, അങ്ങനെ ഓർക്കുക, അത് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. 12 മണിക്കൂറിന് ശേഷം നമ്മുടെ യൂട്രസിൻ്റെ മുകൾ ഭാഗമായ ഫണ്ടസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം അംബിലിക്കസിന് മുകളിൽ ഒരു 1 finger ബ്രെഡ്ത്ത് എന്ന് പറയും. സാധാരണ നമ്മൾ അളക്കുന്ന ഫിംഗർ ബ്രെഡ്ത്ത് വെച്ചിട്ടാണ്. ഒരു ഫിംഗർ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 to 1.5 സെൻറ്റിമീറ്ററിനിടയ്ക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ശ്രദ്ധിച്ചോണം, ഡെലിവറിക്ക് ശേഷം അംബിലിക്കസിന് താഴെ നമ്മുടെ സിംബൈസിസിനും ഇടയ്ക്കായിട്ട് വരാം. ഒരു 1 to 2 hours ശേഷം അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി അംബിലിക്കസിൻ്റെ ലെവലിലെത്തും. 12 മണിക്കൂറിന് ശേഷം അത് കുറച്ചുകൂടെ മുകളിൽ, എന്ന് വെച്ചാൽ 1 finger ബ്രെഡ്ത്ത് എബവ് ദി അംബിലിക്കസ് ആയിരിക്കും. എന്തിൻ്റെ ലൊക്കേഷൻ? ഫണ്ടസിൻ്റെ ലൊക്കേഷൻ. ഇനി ശ്രദ്ധിച്ചോണം, അതിനുശേഷം ആ 12 മണിക്കൂറിന് ശേഷം ഓരോ ദിവസവും ഏകദേശ കണക്ക് പറയുന്നത് ഒരു 1 to 2 സെൻറ്റിമീറ്റർ, ഏകദേശം 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 finger ബ്രെഡ്ത്ത് വെച്ചിട്ട് ഇത് ഡിസെൻഡ് ചെയ്യും. എന്നുവെച്ചാൽ ഏകദേശം 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 finger ബ്രെഡ്ത്ത് വെച്ചിട്ട് ഡിസെൻഡ് ചെയ്ത് ഏകദേശം ഒരു 10ാമത്തെ പോസ്റ്റ്മോർട്ടം ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് യൂട്രസിനെ അല്ലെങ്കിൽ ഫണ്ടസിനെ എവിടെ പാൽപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല, പെർ അബ്ഡോമിൻ നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഡിസെൻഡ് ചെയ്തിട്ട് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പെൽവിസിലോട്ട്, എന്ന് വെച്ചാൽ പൂർണ്ണമായി പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നോ ഏകദേശം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അപ്രോക്സിമേറ്റ് ആ ഒരു വെയിറ്റിലും സൈസിലോട്ടുമൊക്കെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഞാൻ ആദ്യം കയറ്റി പറഞ്ഞത്, ആ 6 ആഴ്ചയാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്, എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം യൂട്രസ് നമ്മൾ പറയാറുണ്ട് പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെലിവറിക്ക് ശേഷം എപ്പോഴും അത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവണം, റിജിഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൺട്രാക്ഷൻസ് ആണ് അതിനെ എന്താ പറയുക ബ്ലീഡിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നത്. അതിന് നമുക്കറിയാം ഓക്സിറ്റോസിനും പ്രോസ്റ്റാഗ്ലാൻഡിനും പോലുള്ള സബ്സ്റ്റൻസസ് ആണ് അല്ലെങ്കിൽ ഹോർമോൺസ് ആണ്, മെയിനായിട്ട് ഓക്സിറ്റോസിനൊക്കെയാണ് ഇത് കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ആ കൺട്രാക്ഷനിലൂടെ ബ്ലഡ് വെസൽസ് എല്ലാം ടൈറ്റായിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രാക്ഷൻ തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മൾ ചില പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റിന് കിട്ടിയേക്കാം, അതുകൊണ്ട് പറയാം. കൺട്രാക്ഷൻസ് ഇല്ലാതെ വരുമ്പം ഫ്ലാസിഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടാണ് യൂട്രസ് കിടക്കുന്നതെങ്കിൽ അത് അപകടമാണ്, ഹെവി ബ്ലീഡിങ്ങിലോട്ടാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? PPHയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മസാജ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം അവിടെ വരും. അപ്പോൾ എപ്പോഴും ഹാർഡായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇത് അംബിലിക്കസിൻ്റെ ആ ഒരു ലാൻഡ്മാർക്ക് വെച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മിഡ് ലൈൻ ഡെലിവറിക്ക് ശേഷം സാധാരണയായിട്ട് മിഡ് ലൈനാണ് ഉണ്ടാകുന്നത്. അതിന് മുമ്പ് തീർച്ചയായിട്ടും സൈഡിലോട്ടായിരിക്കും, പക്ഷേ മിഡ് ലൈൻ ഉണ്ടാകണം. അതിനുശേഷം സൈഡിലോട്ട് ആണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ബ്ലാഡർ ഡിസ്റ്റൻഷനൊക്കെ സസ്പെക്ട് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, 2 കാര്യങ്ങൾ യൂട്രസിൻ്റെത് നമ്മൾ അസസ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫണ്ടസിൻ്റെ അസസ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ അതിൻ്റെ ഓറിയൻറ്റേഷനാണ്. ഒന്ന്, രണ്ടാമത്തെ അതിൻ്റെ ഹൈറ്റാണ്. ഹൈറ്റിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഞാൻ പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ഈ പറഞ്ഞ പോലെ അംബിലിക്കസിന് താഴെ, അതിനുശേഷം ഒരു 1 to 2 hours അംബിലിക്കസിൻ്റെ ലെവലിൽ, പിന്നെ ഒരു 12 മണിക്കൂറിന് ശേഷം ഒരു 1 finger ബ്രെഡ്ത്ത് എബോവ്. അതിനുശേഷം എന്താ പറയുന്നത്, പതുക്കെ ഏകദേശം ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഡിസെൻഡ് ചെയ്തിട്ട് അത് പെൽവിസിലോട്ടെത്തും. ഇത്തരം കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് നോക്കിയേ, ദ ഫണ്ടസ് ഈസ് ഹാർഡ്, തീർച്ചയായിട്ടും ഹാർഡ്, മിഡ് ലൈനിലായിരിക്കണം, അത് ഓക്കെയാണ്. ആൻഡ് 1 to 2 finger ബ്രെഡ്ത്ത് എബോവ് ദി അംബിലിക്കസ്. ഇവിടെ ശ്രദ്ധിക്കണം, അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 hour എഗോ അല്ലേ, ജസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ എന്താ പറഞ്ഞാൽ 1 to 2 മിഡ് ലൈനിലായിരിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അംബിലിക്കസിന് താഴെ ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇത് എബോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റ്. ഫണ്ടസ് നീഡ് നോട്ട് ബി അസസ്ഡ് ബിക്കോസ് ഓഫ് ദി C-section ഇറസ്പെക്റ്റീവ് ഓഫ് മോഡ് ഓഫ് ഡെലിവറി. ഏത് ഡെലിവറി, അപ്പോൾ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, C-section ആയിട്ട് ഏതായിക്കോലും, ഏത് ചെയ്താലും ഫണ്ടൽ അസസ്മെൻറ്റിന് പ്രാധാന്യമുണ്ട്. ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ അസസ്മെൻറ്റ് വേണ്ട എന്നുള്ള ഓപ്ഷൻ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. പിന്നെ വരുന്നത് ഫണ്ടസ് ഈസ് ടു ദി റൈറ്റ് ഓഫ് ദി അംബിലിക്കസ്. ഓറിയൻറ്റേഷൻ വരുന്ന മിഡ് ലൈനിലായിരിക്കണം, സോഫ്റ്റ് അല്ല ഹാർഡാണ് ആവേണ്ടത്. അപ്പോൾ ആ ഓപ്ഷനും തെറ്റ് അല്ലേ. ദ ഫണ്ടസ് ഈസ് ഹാർഡ്, മിഡ് ലൈൻ ആൻഡ് അറ്റ് ദി ലെവൽ ഓഫ് ദി അംബിലിക്കസ് 1 hour എഗോ. സോ റൈറ്റ് ആൻസർ
ഓപ്ഷൻ ഡി ആണ്. നഴ്സിംഗ് എക്സാംസ് അതിൽ RN എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, ഏത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തിൽ റെഗുലർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ക്രാഷ് കോഴ്സസ് 60 ഹവേഴ്സിൻ്റെയും 5 ഡേയ്സിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിലൊക്കെ തിയറി ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം പോലെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം.